ലോറിയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം അവിടെ നിന്ന് സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈശ്വർ മാൽപ്പയും മറ്റൊരു മുങ്ങൽ വിദഗ്ധനുമാണ് ഇന്ന് വെള്ളത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നത്. ഈശ്വർ മാൽപ്പയെ മുങ്ങിയെടുത്ത ഒരു ലോഹഭാഗമാണത്. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, വിവരങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ലോറിയുടേതാണെന്ന സംശയമാണുള്ളത്. അത് ഇപ്പോൾ മനാഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈശ്വർ മാൽപ്പയുടെ സംഘം. പക്ഷെ അത് ഇപ്പോൾ മനാഫ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലോറിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ നമ്മൾക്ക് ഹൈഡ്രോളിക് ചാക്കി കിട്ടിയ സ്ഥലത്തു നിന്നും കുറച്ച് മാറിയായിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് ഇത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ലോറിയുടെ ഭാഗമായ ഒന്നാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ലോകഭാഗം കണ്ടെത്തിയിരിക്കുന്നു. ഈശ്വർ മാൽപ്പെ സ്വന്തം നിലയിൽ തിരച്ചിൽ തുടരുകയാണ്. അതിനിടയിലാണ് ലോകഭാഗം കണ്ടെത്തിയത്. ഷിരൂരിലെ അർജുൻ രക്ഷാദൗത്യത്തിന്റെ ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ വാർത്ത അവിടെ നിന്ന് എത്തുന്നത്, തിരച്ചിലിന്റെ പുരോഗതി എന്ന നിലയിൽ ആദ്യ വാർത്ത എത്തുന്നത് ഒരു ലോഹഭാഗം കണ്ടെത്തി എന്നതാണ്. ഈശ്വർ മാൽപ്പെ ഒരു 10 മിനിറ്റ് മുൻപാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി തിരച്ചിൽ ആരംഭിച്ചത്. അല്പം മുമ്പ് ഒരു ലോകഭാഗവുമായി അദ്ദേഹം പൊങ്ങി വന്നു. അതിപ്പോൾ ലോറി ഉടമ മനാഫിനെ ഏൽപ്പിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. മനാഫ് നമ്മളുമായി ടെലിഫോണിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ ലോകഭാഗം കണ്ടെടുത്ത് മാൽപ്പെ കരയിലേക്ക് കയറി വരുന്നത്. അത് ലോറിയുടെ ഭാഗമാകാം എന്ന പ്രാഥമികമായ ഒരു പ്രതികരണം മനാഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഓയിലിന്റെ സാന്നിധ്യം വെള്ളത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തുണ്ട് എന്നതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് തിരച്ചിലെന്ന് കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ വാഹനം അവിടെ ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ഈ ഓയിലിന്റെ സാന്നിധ്യം അവിടെ വെള്ളത്തിൽ ഉണ്ടായത് എന്നതാണ് അവരുടെ ഒരു അനുമാനം. അതിന്റെ ഭാഗമായാണ് അവിടെ പരിശോധനകൾ നടക്കുന്നത്. ഇപ്പോൾ 2 ഡൈവേഴ്സ്, 2 മുങ്ങൽ വിദഗ്ധർ, പ്രാദേശിക മുങ്ങൽ വിദഗ്ധരാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 പേർ കൂടി ഇറങ്ങുമെന്നും മനാഫ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. രാവിലെ അനുകൂലമായൊരു സമീപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായില്ല എന്ന വലിയ ചർച്ചകളും വിമർശനവും അവിടെ ഉയർന്നു. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നതും ചില തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നീട് ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അനുകൂലമായ ഒരു അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിച്ചു. ഏറ്റവും ഉചിതമായ അന്തരീക്ഷമുള്ളൊരു ദിവസമാണ്, ഒരു പ്രഭാതമാണ് കടന്നു പോകുന്നത്. രാവിലെ പുഴയിലെ ഒഴുക്ക് വളരെ കുറവായിരുന്നു, ജലനിരപ്പ് വല്ലാതെ താഴ്ന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് വലിയ അനുകൂലമായ സ്ഥിതിയാണ്. നേരത്തെ 9 നോട്ട്സ് വരെയൊക്കെയുള്ള കുത്തൊഴുക്കായിരുന്നു ആ പുഴയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഗംഗാവലിയിലെ ഒഴുക്കിന്ന് 2 നോട്ട്സിന് താഴെയാണ്. സാധാരണ നിലയിൽ എല്ലാ രക്ഷാദൗത്യങ്ങൾക്കും ഇറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള വൈദഗ്ധ്യം സിദ്ധിച്ച ആളുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന അത്ര ഒഴുക്കേ ഇന്നുള്ളൂ എന്നതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒഴുക്ക് കുറഞ്ഞ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് അനുകൂലമായൊരു സമീപനം? രാവിലെ തന്നെ തിരച്ചിൽ ഊർജിതമായി വേഗത്തിൽ, പുഴയിലെ വെള്ളം ഇനി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉയരുകയാണ് പതിവ്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് രാവിലെ തന്നെ ഈ ദൗത്യം ആരംഭിക്കാനായില്ല? മാൽപ്പയ്ക്കടക്കം അവിടെ കാത്തുനിൽക്കേണ്ടി വന്നു എന്ന ചോദ്യമൊക്കെ ഉയരുമ്പോഴും ഇപ്പോൾ ഒരു ലോകഭാഗം അവിടെ നിന്ന് തിരച്ചിലിൽ കണ്ടെത്തി മാൽപ്പെ അത് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് എന്നത് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. SDRF, NDRF സംഘങ്ങൾ, നേവി സംഘങ്ങളും അവിടെ പരിശോധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമുണ്ട് എങ്കിലും അവിടെ മറ്റാരും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നില്ല. നേരത്തെ സംസാരിച്ച ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് മറ്റാരെയും കാണാനില്ല എന്നതാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കർണാടക പോലീസിന്റെ ഒരു സംഘമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ദൗത്യം തുടരുന്നു. എന്ത് തന്നെയാണെങ്കിലും അക്കാര്യത്തിൽ സ്ഥിരീകരണം വേണമെന്നൊരു നിലപാടാണ് അർജുന്റെ കുടുംബം സ്വീകരിച്ചത്. അവരുടെ പ്രതികരണങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്രയും ദിവസമായി, കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ മണ്ണിടിച്ചിലിൽ മല ഇടിഞ്ഞു വന്ന് അർജുൻ അടക്കമുള്ളവരെ കാണാതായത്. അർജുൻ ഉൾപ്പെടെയുള്ളവർ ആ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൽ ദുഷ്കരമായ തിരച്ചിൽ തുടരുകയായിരുന്നു.